പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിൻ്റെ സംരക്ഷണമാണ്. കാരണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മിക്കവാറും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മുടെ ചുണ്ടുകളുടെയൊക്കെ നിറം. കാരണം ഒരുപാട് പേർക്കും ചുണ്ടുകൾക്കൊക്കെ നല്ല കറുപ്പ് നിറമായിരിക്കും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ചില ലിപ്സ്റ്റിക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ചുണ്ടുകൾ കറക്കാനായിട്ട് കാരണമാവും. അപ്പോൾ നമുക്ക് ഈ കറുപ്പ് വീട്ടിലുള്ള റെമഡി വെച്ച് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും വളരെ നല്ല ഭംഗിയായ ചുണ്ടുകളൊക്കെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാമെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചുണ്ടിൽ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കോട്ടൺ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ലിപ്പിൽ നന്നായിട്ട് ലിപ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നന്നായിട്ട് ലിപ്പൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ലിപ്പിലൊരു സ്ക്രബ് ചെയ്യണം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് ഹാർഡായിട്ടൊന്നും സ്ക്രബ് ചെയ്യരുത് ലിപ്പിൽ. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ കുറച്ച് ബ്രൂ എടുത്തിട്ടുണ്ട്. ബ്രൂ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, കാരണം ഒരുപാടങ്ങ് ഇതായി പോകരുത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചുണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഒരുപാട് ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യരുത്. ഇങ്ങനെ നമ്മൾ ചുണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിനും അതുപോലെ തന്നെ ഒരു പുതിയ സ്കിന്നൊക്കെ വരുന്നതിന് കാരണമാകുന്നു. ഡെഡ് സ്കിൻ പോയി നല്ലൊരു ഫ്രഷായിട്ടൊരു സ്കിന്ന് കിട്ടുമ്പോൾ തന്നെ നല്ലൊരു ചുണ്ടിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു കോട്ടനോ തുണിയോ എന്തെങ്കിലും വെച്ചങ്ങ് തുടച്ചു കളയാം. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. തന്നെ നല്ലൊരു മാറ്റമുണ്ട്, കണ്ടില്ലേ, നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു മാസ്കാണ്. നമുക്ക് നമ്മുടെ ചുണ്ടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കൊരു മുഖത്തൊക്കെ നമ്മൾ മാസ്കൊക്കെ ഇടുന്നത് പോലെ തന്നെ ചുണ്ടുകൾക്കും നമുക്കൊരു മാസ്ക് ഇടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത്. മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ, കാരണം നമ്മുടെ ലിപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കസ്തൂരി മഞ്ഞൾ. ഈ കസ്തൂരി മഞ്ഞളിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയതാണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ തയ്യാറാക്കിയത് തന്നെയായിരിക്കണം. വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾ തന്നെയാണെങ്കിൽ അത് ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര്, അതൊരു 3-4 തുള്ളി, കൂടുതൽ വേണ്ട, 3-4 തുള്ളി മതി. കാരണം ഇതൊന്ന് കസ്തൂരി മഞ്ഞളൊന്ന് കുഴയാനും വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇട്ടാൽ മതി. ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്യാം.
നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നിൽക്കണം. നമ്മൾ കാര്യമൊന്നും പറയരുത്. ഡ്രൈ ആവുന്നത് വരേക്കും വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കോട്ടനോ ഒരു തുണിയോ ഒരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കങ്ങ് തുടച്ച് കളയാം. നല്ലൊരു മാറ്റമുണ്ട്. പിന്നെ കുറച്ചൊരു മഞ്ഞളിൻ്റെ ആ ഒരു മഞ്ഞ കളർ ചെറുതായിട്ട് ചെറിയ രീതിയിലുണ്ട്. അത് നമ്മുടെ നാടൻ നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ല മഞ്ഞ കളറായിരിക്കും. പക്ഷേ അത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ഇതും കൂടെ ചെയ്യണം. അത് നന്നായിട്ട് നമ്മൾ തുടച്ച് കളഞ്ഞു. ഇപ്പോൾ തന്നെ ചുണ്ടുകളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്കൊരു 4-5 തുള്ളി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 5 തുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണിന് വേണ്ടി വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മിക്സായി കിട്ടാൻ ഇച്ചിരി താമസമാണ്. കാരണം ഈ വെളിച്ചെണ്ണയും നാരങ്ങ നീരൂടെ മിക്സ് ആവാൻ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം എടുത്തങ്ങ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അലോവേര ജെല്ലൊക്കെ കിട്ടുന്ന കണക്കൊരു ഇത് നമുക്ക് കിട്ടും. ഒരിതായിട്ട് നമുക്ക് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സായി കിട്ടാൻ ഇച്ചിരി പാടാണെന്നേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉണ്ടോ? ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു സ്റ്റെപ്പ്. നമുക്ക് എപ്പോഴും ഈ സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാസത്തിലൊരു പ്രാവശ്യം അങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചുണ്ടുകൾക്ക് കേടാണ്. മാത്രമല്ല ചുണ്ടുകൾ കറക്കുന്നതിന് അത് തന്നെ കാരണമാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യരുത്. മാസത്തിൽ 1-2 പ്രാവശ്യം നമുക്ക് സ്ക്രബ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ പാക്ക് ഉപയോഗിക്കാം. കാരണം ആ ഒരു മാസ്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ തയ്യാറാക്കിയല്ലോ, അതും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതും ഉപയോഗിക്കുക. ഇതെല്ലാ ദിവസവും വെറുതെ വേണമെങ്കിലും നമുക്ക് കിടക്കുന്നതിന് മുമ്പിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചിലർക്ക് വെളിച്ചെണ്ണ അലർജി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഒലിവ് ഓയിലോ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. കണ്ടോ? ഇപ്പം നല്ലൊരു മാറ്റമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് തന്നെ നല്ലൊരു മാറ്റമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ലിപ് ബാമും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ചിലതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾക്ക് സ്വാഭാവിക നിറമൊക്കെ നഷ്ടപ്പെട്ടൊന്ന് കറുപ്പായി പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സംഭവം ഇപ്പോൾ ഈ നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടെ ഉള്ള അതും നമ്മുടെ പാക്ക് മാത്രം ഒരു 7 ദിവസം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പാക്ക് നമുക്ക് മാസത്തിലൊരു 2 പ്രാവശ്യമൊക്കെ വെച്ച് സ്ക്രബ് ഉൾപ്പെടെ ഉള്ളത് ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ്. വളരെ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.
അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.